നമ്മൾ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ ലോജിക്ക് ഉപയോഗിക്കരുതെന്നാണ്. പക്ഷേ ലോജിക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തി അല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്നാണ് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവുക. പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ ലോജിക്ക് എന്ന് പറഞ്ഞത് യുക്തി ഇല്ലാതാവുക എന്നുള്ളതല്ല. ശരി, അറിവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. യുക്തി വേണം. യുക്തി നമുക്ക് നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന ഒരു ചിപ്പാണ് മനുഷ്യന്. ആ യുക്തി കൊണ്ട് മാത്രമേ നമുക്ക് സത്യത്തെ കണ്ടെത്താൻ കഴിയൂ. പക്ഷെ ലോജിക്ക് എന്നുകൊണ്ട് സ്പിരിച്വാലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് യുക്തിയല്ല, അറിവിനെയാണ്. ചെറുപ്പം മുതൽ നമ്മുടെ മനസ്സിലേക്ക് മറ്റുള്ളവർ വായ്മൊഴിയായും എഴുത്തായും പുസ്തകങ്ങളിലൂടെയും അല്ലാതെ ഒക്കെ ഇട്ട് തന്നിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട്. അതാണ് നമ്മെ ഇങ്ങനെ രൂപപ്പെടുന്നത് പോലും. നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെയും തടസ്സം എന്താണെന്ന് വെച്ചാൽ ഈ അറിവുകളാണ്. അത് ശരി, ഇത് തെറ്റ്, അതിങ്ങനെ, ഇതിങ്ങനെ, ഇങ്ങനെ ചെയ്താൽ നന്നാവും, അങ്ങനെ ചെയ്താൽ നന്നാവും. ഇതെല്ലാം ഉണ്ടായി വരുന്നത് എവിടെ നിന്നാണ്? ഈ അറിവിൽ നിന്ന്. ഈ അറിവിനെ ഇല്ലാതാക്കുക, നിങ്ങളുടെ ചായപാത്രം ഒഴിച്ച് കളയുക. എന്നാൽ മാത്രമേ അതിനകത്തിട്ട് സത്യത്തെ നിറക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയിലെ ലോജിക്ക് എന്ന് പറഞ്ഞത്. അല്ലാതെ യുക്തി ഉപേക്ഷിക്കുക എന്നല്ല. ഇരുളിൽ വഴികാട്ടും വെളിച്ചമേ, എൻ ഹൃദയത്തിൽ നിറയുന്ന സ്നേഹമേ, ഓരോ ശ്വാസവും നിന്നിലേക്ക് എന്നാത്മാവ് നിന്നെ തേടിടുമേ. എൻ മനസ്സിൻ പ്രാർത്ഥന സമാധാനത്തിൻ്റെ നാദം. നീയാണ് എൻ വെളിച്ചം, നീയായൻ സമാധാനം. എൻ ഹൃദയം പാടുന്നു നിൻ സ്നേഹം മതിയെന്നേ. യേശം എന്നാത്മാവിൻ സംഗീതം. വെളിച്ചമായി എൻ ഹൃദയത്തിൽ